ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ പാർട്ട് 3 നമ്മൾ കാണിക്കാൻ പോകുന്നത് ലഡു എങ്ങനെ ഉണ്ടാക്കാം എന്നല്ല. ലഡു ജസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നു, അതൊരു വീഡിയോ എടുത്തിടുന്നു. ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്, അപ്പോൾ അതിന്റെ പോരായ്മകളൊക്കെ ഉണ്ടാവും. ഒരു കുക്കിംഗ് എക്സ്പെരിമെന്റ് ആണ് നമ്മൾ നടത്താൻ ഉണ്ടാക്കിയിട്ട് നന്നായ കഴിക്കും, അല്ലെങ്കിൽ കഴിക്കൊന്നുമില്ല. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ വീഡിയോസോ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാം പോയി കാണണം. പാർട്ട് 1 പാർട്ട് 2 അതിന് മുമ്പ് കുറച്ച് വീഡിയോസ് ഉണ്ട്. നമ്മുടെ ചാനൽ അധിക പേരും വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. അപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മുടെ ലഡു ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് കടലമാവാണ്, ബേസൻ, ഗ്രാം ഫ്ലോർ എന്നൊക്കെ പറയും. അപ്പൊ അത് ഒരു ഗ്ലാസ് എടുക്കാം. കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല ലൂസാക്കി മിക്സ് ചെയ്യാം. ഒരു ചെറിയ നുള്ള് ബേക്കിംഗ് സോഡ നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് നേരം ഇതിങ്ങനെ വെക്കുക. ഒരു 10-20 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ബൂന്തി ഉണ്ടാക്കാം. ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ തവി വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നമ്മളിപ്പോൾ ബൂന്തിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ സമയം കൊണ്ട് തന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ 1/2 ബൗൾ ഷുഗർ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു സിറപ്പാക്കി എടുക്കുക. ഓക്കെ, ഇത് കുറച്ച് മുന്തിരി ആ എണ്ണയിൽ തന്നെ വറുത്തെടുത്തതാട്ടോ. നമ്മൾ ബൂന്തി ഉണ്ടാക്കിയ എണ്ണയിൽ തന്നെ വറുത്തെടുത്തത്. വേണമെങ്കിൽ നെയ്യിൽ വറുക്കാം. അപ്പോൾ ഞാൻ അല്ലാണ്ട് നെയ്യ് ഇതിലേക്ക് കുറച്ച് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ സാധാ എണ്ണയിൽ തന്നെ വറുത്തെടുത്തു. അപ്പം അത് ഇവിടെ നിൽക്കട്ടെ. ഇനി ഇപ്പോൾ ഇതൊന്ന് കുറച്ച് പൊടിക്കാം. കൈ വെച്ചിട്ട് അടുത്തതായിട്ട് ഈ സിറപ്പ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുക. ആവശ്യത്തിന് ഒഴിച്ച് കുഴച്ചെടുക്കണം. കുറച്ച് മുന്തിരി കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കുഴച്ച് ഇത് ഫുള്ള് ഷുഗർ സിറപ്പും പിന്നെ മുന്തിരിയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തതാണ്. നമുക്കിത് ഇങ്ങനെ ഓരോ ഉരുളയാക്കാം. ലഡു ഒക്കെ ഉരുളയാക്കി. ഇനി നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിലൊന്ന് വെക്കാം, ഒന്ന് സെറ്റ് ആവാൻ. ഒരു ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ വെക്കാം. ഞാനിപ്പോൾ ഇത് ഫ്രീസറിൽ ഒരു 1.5 മണിക്കൂർ വെക്കാം. അപ്പോൾ ഒന്ന് സെറ്റ് ആവും. സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം, കഴിക്കാം. നല്ല അടിപൊളി സ്വാദിഷ്ടമായ ലഡു. അടിപൊളി, സൂപ്പർ.